ഇറാനിലെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിന് ശേഷം ഇപ്പോഴിതാ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ യുദ്ധം കൂടുതൽ കടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴിതാ പുറത്തു വരികയാണ്. കാബൂളിൽ സ്ഫോടനങ്ങളും വെടിവയ്പും കേട്ടു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ നിമിഷം നമുക്ക് ലഭിക്കുന്നത്. പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് വെടിയേറ്റതായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘർഷം രൂക്ഷമാകുന്നതിനിടെ മധ്യ കാബൂളിൽ ഒരു സ്ഫോടനം കേട്ടതായി മാധ്യമ റിപ്പോർട്ടുകൾ ഇപ്പോൾ പറയുന്നുണ്ട്. സ്ഫോടനത്തിന് ശേഷം നിരവധി റൗണ്ട് വെടിവയ്പ്പുകൾ ഉണ്ടായതായി അഫ്ഗാൻ താലിബാൻ സർക്കാർ അറിയിച്ചു. തങ്ങളുടെ സൈന്യം പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. കാബൂളിലെ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് നേരെ വിമാനവേധ വെടിവയ്പ് നടക്കുന്നുണ്ട്. താമസക്കാർ പരിഭ്രാന്തരാകരുത്. താലിബാൻ സർക്കാർ വക്താവ് സബീഹുള്ള മുജാഹിദ് എക്സിൽ ഇങ്ങനെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമാബാദ്, കാബൂൾ, കാണ്ഡഹാർ, പക്തിയ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. മറുപടിയായി അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമാബാദിൽ പ്രതികാര ആക്രമണം നടത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അധികാരികൾക്കെതിരെയുള്ള പാകിസ്ഥാൻ ഇതിനോടകം തന്നെ തുറന്ന യുദ്ധമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനിൽ കയറി വലിയ യുദ്ധം പ്രഖ്യാപിച്ച് വലിയ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ എല്ലാ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. അതായത് ഷഹബാസ് ഷെരീഫ് സാക്ഷാൽ പാക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം അഫ്ഗാനിസ്ഥാന്റെ മിസൈൽ വന്ന് വീണു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വെള്ളിയാഴ്ച പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് എക്സിലെ ഒരു പോസ്റ്റിൽ ഇസ്ലാമാബാദിന്റെ ക്ഷമ അതിന്റെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ പരിധിയിലെത്തിയിരിക്കുന്നു എന്ന രീതിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച ജലാലാബാദ് നഗരത്തിൽ ഒരു ജെറ്റ് വിമാനം തകർന്നു വീണതിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാൻ ഒരു പാകിസ്ഥാൻ പൈലറ്റിനെ പിടികൂടി. പാരച്യൂട്ട് ഉപയോഗിച്ച് വിമാനാപകടത്തിൽ നിന്ന് പൈലറ്റ് രക്ഷപ്പെട്ടെങ്കിലും അഫ്ഗാനിസ്ഥാൻ സൈന്യവും പോലീസും ചേർന്ന് ഇയാളെ ജീവനോടെ പിടികൂടിയതായിട്ടാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും പാകിസ്ഥാൻ വിമാനം വെടിവെച്ചൊരു പൈലറ്റിനെ പിടികൂടിയതായി അഫ്ഗാനിസ്ഥാൻ സൈന്യം അവകാശപ്പെടുന്നത് ഇത് പൂർണ്ണമായും അസത്യമാണ് എന്നാണ് ഇസ്ലാമാബാദ് വിദേശകാര്യ മന്ത്രാലയം ശനിയാഴ്ച പറഞ്ഞത്. AFPയോട് സംസാരിക്കവേ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് താഹിർ ഹുസൈൻ അൻട്രാബി പറഞ്ഞത് അതൊരു തെറ്റായ അവകാശവാദമാണ്, പൂർണ്ണമായി അസത്യമാണ് എന്നുള്ളതാണ്. നിരവധി വ്യോമാക്രമണങ്ങളിലൂടെ സാധാരണക്കാരെ കൊന്നതായി പാകിസ്ഥാൻ ആരോപിച്ചെങ്കിലും ഇസ്ലാമാബാദ് നേരിട്ട് പ്രതികരിച്ചിട്ടില്ലെന്ന് അഫ്ഗാൻ അധികൃതർ അവകാശപ്പെടുന്നു. വ്യാഴാഴ്ച മുതൽ കിഴക്കൻ പ്രവിശ്യകളായിട്ടുള്ള ഖോസ്റ്റ്, കുനാർ, പക്തിക എന്നിവിടങ്ങളിലായി പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിലും വ്യോമാക്രമണത്തിലും കുറഞ്ഞത് 30 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി അഫ്ഗാനിസ്ഥാനും ഇപ്പോൾ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.